ഇപ്പോൾ ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ SJR കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ SJR കുമാർ, ജനം TV അടുത്ത കാലത്ത് ഈ മാഫിയ വാഴും ദേവസ്വം എന്ന ഒരു ക്യാമ്പയിൻ തുടർച്ചയായി നടത്തുന്നുണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇപ്പോൾ സർക്കാർ പറയുന്നത് ഈ നഷ്ടപ്പെട്ടു എന്ന് സർക്കാർ സമ്മതിക്കുന്ന 30,000-ഓളം വരുന്ന ഏക്കർ, നമുക്കറിയാം അതിനപ്പുറമൊക്കെ ദേവസ്വം ഭൂമികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ കണക്കിൽ പറയുന്ന 30,000 ഭൂമി തിട്ടപ്പെടുത്തുവാനും അത് തിരിച്ചു പിടിക്കുവാനുമുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങ് എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? എന്തായാലും ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയും അവിടെ മുഴുവൻ ആസ്തികളുടെയൊക്കെ കണക്കെടുപ്പ് നടത്താനുള്ള സർക്കാരിന്റെ ഈ നീക്കം തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ 30,000 ഏക്കർ ദേവസ്വം ഭൂമി അധ്യാപനപ്പെട്ടു എന്നുള്ള ജനം TV റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇത്തരമൊരു സമഗ്രമായ കണക്കെടുപ്പിൽ നീങ്ങുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ജനം TVക്ക് പ്രശംസ അറിയിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം കണക്കെടുപ്പ് മാത്രം പോരാ. ശരിക്കും കണക്കെടുത്തിട്ട് ആ കണക്കുകൾ വീണ്ടും ഫയലിൽ വെച്ച് കൂട്ടി, അതാണല്ലോ ഈ നമുക്ക് കാണാൻ സാധിക്കുക. സർക്കാരിന്റെ ആയാലും ദേവസ്വം ബോർഡിന്റെ ആയാലും സർക്കാർ വകുപ്പുകളിലൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അത് കൂട്ടി വെച്ച് അതുകൊണ്ട് ഒരു പ്രയോജനം ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് ശരിക്കും ഫലപ്രദമാണെങ്കിൽ കണക്കെടുപ്പിനൊപ്പം തന്നെ അതിനെ സംരക്ഷിക്കാനും നിരന്തരം അപ്ഡേറ്റ് ചെയ്യാനും പരിശോധിക്കാനും കഴിയുന്ന ഒരു സമഗ്രമായ ഡിജിറ്റൽ സംവിധാനം കൂടി ഉണ്ടാകണം. എന്നാലേ അത് പൂർണ്ണമാകുള്ളൂ. അതുപോലെ ഓരോ ക്ഷേത്രത്തിനും പ്രത്യേകം ഒരു ഡിജിറ്റൽ അസറ്റ് രജിസ്റ്റർ ഉണ്ടാക്കണം. അതാണ് അത്യാവശ്യം. അത് പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കാനും അത് സംരക്ഷിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള സംവിധാനം വേണം. അതുപോലെ ക്ഷേത്രത്തിന്റെ ഭൂമി എത്രയാണ്, എവിടെയാണ്, സർവേ നമ്പർ എന്താണ്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, അതിന്റെ മൂല്യം എത്രയാണ്, കെട്ടിടങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ആ സ്വർണം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ആസ്തികൾ, അതിന്റെ വില എന്തൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനം വേണം. പിന്നെ അത് കൂടാതെ തന്നെ ആ രേഖയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കും. നമുക്കറിയാം തിരുത്തലിന്റെ എക്സ്പേർട്ടുകളാണ് ഈ ദേവസ്വം ബോർഡ് ആളുകൾ എന്നുള്ളത് നമ്മൾ ഈ സ്വർണ്ണക്കുള്ള സമയത്തൊക്കെ കണ്ടു. അത് ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് കണക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഡിജിറ്റൽ രജിസ്റ്റർ സൂക്ഷിച്ചുകൊണ്ട് മാത്രം സാധിക്കുന്നില്ല, അതിനകത്ത് ആർക്കും കൈകടത്താൻ സാധിക്കാത്ത തരത്തിലും ഒക്കെയുള്ള സംവിധാനം കൂടെ ഉണ്ടായാൽ മാത്രമേ ഫലപ്രദമാവുള്ളൂ. അതുകൊണ്ട് അതിൽ മാറ്റം എന്തെങ്കിലും വരുത്താൻ സാധിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ ഹിസ്റ്ററി ഇത് കാണാൻ സാധിക്കണം, അതിന്റെ ട്രെയില് നോക്കാൻ സാധിക്കണം. അതിനകത്ത് ആരാണ് മാറ്റം വരുത്തി, എപ്പോൾ മാറ്റം വരുത്തി, എന്താണ് മാറ്റിയത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത്, ഇതൊക്കെ രേഖയായിട്ട് ഉണ്ടാകണം. അപ്പൊ അല്ലാതെ ഒരു ഉദ്യോഗസ്ഥന് ഇഷ്ടം പോലെ പഴയ രേഖ ഡിലീറ്റ് ചെയ്യാനും പുതിയ ഉണ്ടാക്കാനും കഴിയുന്നതാണെങ്കിൽ പിന്നെ ഈ സംവിധാനം കൊണ്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇതിന്റെ പൂർണ്ണ ഗുണമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടാമ്പർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ട്രെയിൽ ഉള്ള ഒരു സംവിധാനം വേണം. ഇപ്പൊ നമ്മുടെ കമ്പനികൾക്കൊക്കെ അത്ര നിയമമാണ് ഗവൺമെന്റ് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ കണക്കുകൾ ഈ നമ്മള് അക്കൗണ്ട്സ് എഴുതുമ്പോൾ പിന്നെ എന്താ പറയാ ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ആ സിസ്റ്റത്തിലൊരു കറക്ഷൻ വരുത്തിയാൽ പോലും അതിനകത്ത് ഉണ്ടാവണമെന്ന് ഇപ്പൊ നിയമമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരത്തില് കറക്റ്റ് ചെയ്താൽ എന്തിനു വേണ്ടി കറക്റ്റ് ചെയ്യുന്നൊക്കെ അവിടെ രേഖപ്പെടുത്തും. അപ്പൊ അത്തരത്തില് കൃത്യതയോടി അതിനുള്ള സംവിധാനമൊക്കെ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ള ഈ സംഭാവനയുടെ കാര്യത്തിലാണ്. ഇപ്പൊ ശബരിമല തന്നെ നമുക്കറിയാം കോടാനുകോടി രൂപയുടെ സംഭാവനകൾ പലരും നൽകിയത് കാണാനില്ല, അതിന്റെ കണക്കില്ല, റെസിപ്റ്റ് കൊടുക്കുന്നില്ല. അപ്പൊ അതും നമുക്കറിയാം, ഇതിനോടനുബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ആസ്തി കണക്കാക്കുമ്പോൾ ഇപ്പോഴത്തെ ആസ്തി കണക്കാക്കിയാൽ മാത്രം പോരാ, അത് സംരക്ഷിക്കുന്നതിനും ഇനി മുന്നോട്ടുള്ള സമയത്ത് നൽകുന്ന സംഭാവന, സ്വർണം അല്ലെ വെള്ളി ഇതൊക്കെ നൽകുമ്പോൾ അതിനൊക്കെ കൃത്യമായി ഡിജിറ്റൽ റെസിപ്റ്റ് കൂടെ നൽകാനുള്ള സംവിധാനം വേണം. അത് അങ്ങനെ ആ ഡിജിറ്റൽ റെസിപ്റ്റ് ശരിക്കും ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് സെൻട്രൽ സിസ്റ്റത്തിലേക്ക് പോകണം. അല്ലാതെ ഒരു ക്ഷേത്രത്തിൽ മാത്രം ഇരുന്നാൽ പോരാ, ക്ഷേത്രത്തിൽ രജിസ്റ്ററിലും അപ്പൊ തന്നെ അത് കേന്ദ്രീയ രജിസ്റ്ററിലും കയറുന്ന രീതിയിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഒരു ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം തന്നെ വേണം. എന്നാലേ ആരെയും തിരുത്താതിരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി ഏതെങ്കിലും കാരണവശാൽ തിരുത്തൽ വേണമെങ്കിൽ തന്നെ അത് ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കരുത്. അതിനെ ദേവസ്വം ബോർഡിന്റെ കേന്ദ്ര ഓഫീസിൽ ഒരു അപ്രൂവൽ മെക്കാനിസം തന്നെ സൃഷ്ടിക്കേണ്ടി വരും. അപ്പൊ അത് മാത്രമേ തിരുത്തല് വേണ്ടതിന്റെ പ്രോപ്പറായിട്ട് എല്ലാ റെക്കോർഡുകളും അതിന്റെ പെർമനന്റ് ആയിട്ടൊരു ഓഡിറ്റ് ട്രെയിലും ഇതെല്ലാം വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് ഇതിനൊരു യഥാർത്ഥ ഡിജിറ്റലൈസേഷൻ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അല്ല കണക്കെടുക്കുന്നത് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് മാത്രം തീരുന്നില്ല. പ്രോപ്പറായിട്ട് ഒരു ഡിജിറ്റലൈസേഷൻ എന്ന് പറയുമ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വേണം. അത് പിന്നെ അതായത് നമ്മൾ പേപ്പറിൽ കണക്ക് എഴുതി അത് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും നമ്മുടെ സർക്കാർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഡിജിറ്റലൈസ്. അതല്ല ഡിജിറ്റലൈസേഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പെർമനന്റ് സിസ്റ്റം ഉണ്ടാക്കണം. അപ്പൊ അത് കണക്ക് സുരക്ഷിതമാകണം, അത് കൃത്രിമം നടക്കാൻ സാധിക്കാത്ത സംവിധാനം ഉണ്ടാകണം, ഓരോ ഇടപാടിനും ഉത്തരവാദിത്വം ആരാണെന്ന് ഉറപ്പാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഡിജിറ്റൽ സംവിധാനം. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ കണക്കുകൾ കഴിഞ്ഞാൽ ബോർഡിന്റെ ഓഫീസിൽ മാത്രം അത് കിടക്കരുത്. നമുക്കറിയാം പണ്ട് രാജാമാണിക്ക് റിപ്പോർട്ട് തന്നെ വെളിച്ചം കണ്ടിട്ടില്ല.
അതൊന്നും നടപ്പായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിജിറ്റലൈസേഷന്റെ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി എഫർട്ട് ആയിരിക്കും. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അത് ക്ഷേത്രം അടിസ്ഥാനമാക്കി ആസ്തികളുടെ വിവരം പ്രസിദ്ധീകരിക്കണം ഓരോ ക്ഷേത്രത്തിൽ. അതിന് പ്രത്യേക കാര്യമുണ്ട്. കാരണം ഓരോ ക്ഷേത്രത്തിലെയും സ്വത്തുക്കളുടെ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അറിയുന്നതിനെ കൂടുതൽ അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം പ്രസിദ്ധീകരിക്കുമ്പോഴാണ് ആ ക്ഷേത്രത്തിന്റെ കെട്ടിടങ്ങൾ, ആസ്തി, സ്വർണം, വെള്ളി, ഇത്തരം കാര്യങ്ങൾ അതൊക്കെ ശരിക്കും ഈ പറയുന്നതൊക്കെ ശരിയാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾക്ക് അറിയണമെങ്കിൽ സത്യം പറഞ്ഞാൽ റിപ്പോർട്ട് ക്ഷേത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രസിദ്ധീകരിച്ചാൽ ഭക്തജനങ്ങൾക്ക് അത് കണ്ടിട്ട് ചില കാര്യങ്ങൾ സഹായിക്കാൻ പറ്റും. അത് ദേവസ്വം ബോർഡിനെ ഉപദ്രവിക്കാനല്ല. അത്തരം കാരണം ഇത് വൺസ് ഫോർ ഓൾ ആയിരിക്കും. ഒരു പ്രാവശ്യം ഡിജിറ്റലൈസ് ചെയ്ത് നമുക്കറിയാം. പണ്ടൊക്കെ നടന്ന 1900-കളിലൊക്കെ നടന്ന ചില സംഭവങ്ങളുണ്ട്. ക്ഷേത്രഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു, അത് സർക്കാർ ഭൂമിയായിട്ട് ലയിച്ചു, വില്ലേജ് റെക്കോർഡ് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ധാരാളം വിഷയങ്ങൾ ഇപ്പൊ നമുക്കറിയാമല്ലോ. ഇപ്പൊ ഈ അയന ട്രസ്റ്റിന്റെ ഭൂമി ഇപ്പൊ എയർപോർട്ട് പണിയാനായിട്ട് ശബരിമല എയർപോർട്ട് എന്നും പറഞ്ഞിട്ട് എരുമേലി ചെയ്ത പണിയൊക്കെ അത്തരത്തിലാണ്. അത് സത്യം പറഞ്ഞാൽ ദേവസ്വം ഭൂമിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്തെങ്കിലും അത്തരത്തില് ദേവസ്വം ഭൂമിയുണ്ട് ആരുടെയും കൈവശമാണെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്നതിന് സഹായിക്കണം. അല്ലാതെ ഇപ്പൊ ഉള്ളത് മാത്രം നമ്മൾ അസറ്റ് ലിസ്റ്റിൽ കയറ്റിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കണക്കാക്കണം. അത് ശരിക്കും ഭക്തജനങ്ങൾക്കും അവിടെയുള്ള മറ്റ് പഴയ ആളുകൾക്കും അല്ലെ ക്ഷേത്രങ്ങൾ മുമ്പ് ജോലിയിലുണ്ടായിരുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പൊ അത്തരത്തിലെ മൊത്തത്തിലെ ഒരു ട്രാൻസ്പെറൻസി കൂടെ വേണം. ഡിജിറ്റലൈസ് ചെയ്ത് ക്ഷേത്രാടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ട് അവിടെ ഉള്ളവർക്ക് അതിനെക്കുറിച്ച് അതിന് സമയം നൽകി അതിന് പരാതികൾ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ഡേറ്റ നൽകുന്നതിനോ ഉള്ള സംവിധാനം ഒക്കെ. പിന്നെ കൂടാതെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് ആ കമ്മീഷനകത്ത് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരുന്നിട്ട് കാര്യമില്ല. ശരിക്കും ഭക്തജനങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടായിരിക്കണം. അതുപോലെ ഹൈന്ദവ സംഘടനകൾ, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ, അതുപോലെ പ്രാദേശികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രത്തെ കൃത്യമായി അറിയാവുന്ന വ്യക്തികളും ഒക്കെ ഉണ്ട്. അതുപോലെ ഭൂമി സംബന്ധമായ വിദഗ്ധര്, ചാർട്ടേഡ് സർവേയർമാര്, വാല്യുവേഷൻ എക്സ്പേർട്സ്, ലീഗൽ എക്സ്പേർട്സ്. കാരണം ലീഗൽ എക്സ്പേർട്സ് വളരെ പ്രധാനമാണ്. കാരണം ഈ പല കേസുകളും ഇപ്പോഴും നിലവിലുണ്ട്, മുമ്പും ചെയ്തവരുണ്ട്. അത് ഗുണമോ ദോഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ആ കണക്കുകളും എന്തൊക്കെയായിരുന്നു ലീഗലായിട്ട് നടന്നതെന്നും ഒക്കെ അറിഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അത്തരം ആളുകൾ ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലപ്രദമായിട്ടുള്ള കാര്യം നടക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് ദേവസ്വത്തിന്റെയോ സർക്കാരിന്റെ സ്വത്തല്ല, ഇത് ഈശ്വരന്റെ സ്വത്താണ്. ഈശ്വരന് ഭക്തജനങ്ങൾ നൽകിയതും ആയിട്ടുള്ള സ്വത്തുക്കളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം ഈ നൽകിയവർക്കും അതുപോലെ തന്നെ ഈ കേസ് സംബന്ധമായിട്ടുള്ള ഇതുവരെ നടത്തിയ കേസുകളുടെ ബന്ധമായിട്ടും ഒക്കെ അവർക്കെല്ലാം ഇതിനകത്ത് പല കാര്യങ്ങൾ നൽകാൻ പറ്റും. അതുകൊണ്ട് സമഗ്രമായ അത്തരം ഒരു സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാകണം. അതിന് വേണ്ട നിയമപരമായ പരിശോധന നടത്തണം. അത് നേരത്തെ ഉള്ള ലിറ്റിഗേഷൻസ്, കോടതികളിലൊക്കെ ലിറ്റിഗേഷൻ നമുക്കറിയാം. അത് ഏതൊക്കെ നടന്നിട്ടുണ്ട്, എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ചില വസ്തുക്കൾ ഇപ്പൊ കൈവശം ഇല്ലായിരിക്കും, പക്ഷെ നിയമപരമായിട്ട് നടപടികൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അങ്ങനെ മാത്രമല്ല, നമുക്ക് അറിയേണ്ട മുമ്പ് 1990-ലാണ് എനിക്ക് തോന്നുന്ന ഒരു കേസിൽ നമ്മുടെ ഹൈക്കോടതി തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതായത് ഈ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന്റെ മാനേജ്മെന്റ്, മൂവബിൾ അസറ്റ്സ്, പ്രോപ്പർട്ടീസ് എങ്ങനെ ആയിരിക്കണം, ലീഗൽ അഫയേഴ്സ് എങ്ങനെ ഉണ്ടായിരിക്കും, അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉത്തരവുണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് ഈ പ്രത്യേക ലോ ഡിപ്പാർട്ട്മെന്റ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ദേവസ്വം ബോർഡ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിവേ, അതുകൊണ്ട് ലീഗൽ സെല്ല് ദേവസ്വം ബോർഡിനെ മാത്രമല്ല, ഞാൻ പറഞ്ഞ പലപ്പോഴും പൊതുസമൂഹം, ക്ഷേത്ര സംഘടനകൾ, ഹൈന്ദവ സംഘടനകളൊക്കെ ധാരാളം കേസുകൾ പല ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വിവരം അവർക്ക് മാത്രമേ നൽകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അത്തരം പഴയ കോടതി വിധികളും എല്ലാം കണക്കാക്കി, വിധികൾ മാത്രമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലിറ്റിഗേഷന്, ഇതിനെല്ലാം കണക്കാക്കി ഒരു സമഗ്രമായിട്ടൊരു ഡെഡിക്കേറ്റഡ് ലീഗൽ ടീം ജസ്റ്റ് ദേവസ്വം ബോർഡിനെ മാത്രമല്ല അല്ലാത്തവരും കൂടി ഉൾപ്പെടുന്ന ഒരു സംവിധാനം വേണം. എന്തായാലും അങ്ങനെ ഒരു നമ്മൾ പറഞ്ഞാൽ ശരിക്കും കണക്കെടുക്കുക, അത് ഡിജിറ്റലൈസ് ചെയ്യുക, ട്രാൻസ്പെറൻസി സൃഷ്ടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഓഡിറ്റ് ട്രെയിൽ എന്തെങ്കിലും കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ ആര് ചെയ്തു, എങ്ങനെ ചെയ്തു, ആര് എൻട്രി ചെയ്തു എന്നുള്ളത്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലീഗൽ ആക്ഷൻ, പിന്നെ റിക്കവറി. ഏതെങ്കിലും ഇപ്പൊ കിട്ടാനുള്ള സ്വത്തുക്കളുണ്ട്, അത് പലപ്പോഴും നമുക്കറിയാം പല ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കള് തിരിച്ചു നൽകാനായിട്ടുള്ള ഓർഡർ ദേവസ്വം ബോർഡ് അല്ല ക്ഷേത്രത്തിൽ നൽകാൻ പറഞ്ഞ ഓർഡറുകളൊക്കെ വെറുതെ ഫയലിൽ പിടിച്ച് കിടക്കുകയാണ്. ആ റിക്കവറിക്ക് വേണ്ട ഒരു നടപടി നടക്കുന്നില്ല. ധാരാളം ക്ഷേത്രങ്ങൾ അത്തരം കാര്യങ്ങൾ, സ്വത്തുക്കൾ അത്തരം കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പബ്ലിക് ഡിസ്ക്ലോഷറും കൂടെ ചെയ്യണം. അത്തരത്തിലൊരു സമഗ്രമായ രീതിയിൽ ഇത് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ കാര്യം വേണ്ട തരത്തിലാവുള്ളൂ. എന്തായാലും ജനം TV ഈ വിഷയമായിട്ട് മുന്നോട്ട് പോയത് വലിയൊരു കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ദേവസ്വം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു.
അത് കൃത്യമായിട്ടും അതിനൊരു നടപടി ഉണ്ടാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ജനം ടിവിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓക്കെ വളരെ നന്ദി ശ്രീ SGR കുമാർ. നിലപാട് വ്യക്തമാണ്. ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനറാണ് പ്രതികരിച്ചത്. ദേവസ്വം ഭൂമികൾ തിട്ടപ്പെടുത്തുവാൻ ജനം TV വാർത്തയ്ക്ക് പിന്നാലെ അത്തരമൊരു നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പറയുക.